ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. പുതിയ നിയമ വചനധ്യാനം ക്ലാസ് 17. 2033 എന്ന മഹാജൂബിലി വത്സരത്തെ എതിരേൽക്കാൻ നമ്മൾ നവവത്സര ധ്യാനം 9 വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു ധ്യാനം അത് തുടങ്ങി വച്ചിരിക്കുകയാണ്. ഈ ചൊവ്വാഴ്ചകളിൽ നമ്മൾ പുതിയ നിയമം ആണ് ധ്യാന വിഷയമാക്കുന്നത്. നമ്മൾ തുടങ്ങിയത് സ്ലീഹന്മാരുടെ നടപടി ഗ്രന്ഥം അഥവാ അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ എന്ന ഗ്രന്ഥമാണ്. അതിൽ 1-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം തൊട്ട് ആണ് നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. പീഡാനുഭവത്തിന് ശേഷം 40 ദിവസത്തേക്ക് അവൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ട് ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അനേകം തെളിവുകൾ അവർക്ക് കാണിച്ചു കൊടുക്കുകയും അങ്ങനെ അവരോടൊപ്പം ഉപ്പ് കഴിച്ച് ഭക്ഷണം തിരിക്കുകയും ചെയ്യുമ്പോൾ അവൻ അവരോട് കൽപ്പിച്ചു. ഇതിൽ നമ്മൾ ആദ്യത്തെ ഭാഗങ്ങളൊക്കെ നമ്മൾ ധ്യാനിച്ചു. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക് എത്തുകയാണ്. 4-ാമത്തെ വാക്യം. അങ്ങനെ അവരോടൊപ്പം ഉപ്പ് കഴിച്ച് ഭക്ഷണത്തിനിരിക്കുകയും ചെയ്യുമ്പോൾ. ഞാനിങ്ങനെ ഇത് പല പ്രാവശ്യം പറഞ്ഞപ്പോഴൊക്കെ പലരും എന്നോട് ചോദിച്ചു, അച്ഛൻ എന്താ ഇങ്ങനെ തർജ്ജമ ചെയ്യുന്നത്? ഞങ്ങളുടെ ബൈബിളിൽ ഒന്നും അങ്ങനെ കാണുന്നില്ലല്ലോ. ഉപ്പ് കഴിച്ചു എന്നുള്ളൊരു ഒരു വാക്ക് ഞങ്ങളുടെ ബൈബിളിൽ ഒന്നും കാണുന്നില്ലല്ലോ എന്ന് പലരും സൂചിപ്പിച്ചു. ഇപ്പം അതിന് ഞാൻ ഉത്തരം നൽകുകയാണ്. പല പരിഭാഷകളിലും അവർ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ, അവർ സമ്മേളിച്ചിരിക്കുമ്പോൾ, അവർ ഭക്ഷണം കഴിക്കുമ്പോൾ എന്നൊക്കെയാണ് കാണുന്നത്. ഇതിൽ അവർ കൂടിയിരിക്കുമ്പോൾ അല്ലെങ്കിൽ സമ്മേളിച്ചിരിക്കുമ്പോൾ എന്ന തർജ്ജമ തീരെ പോരാ. അവർ ഭക്ഷണം കഴിക്കുമ്പോൾ എന്നത് തരക്കേടില്ല. എങ്കിലും ഉപ്പ് കഴിച്ച് ഭക്ഷണത്തിനിരിക്കുകയും ചെയ്യുമ്പോൾ എന്ന് തന്നെയാണ് വേണ്ടത്. ശരിക്കും ആക്ഷരികമായി തർജ്ജമ ചെയ്താൽ നമ്മൾ അങ്ങനെ തന്നെ തർജ്ജമ ചെയ്യുകയാണ്. കാരണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രയോഗമാണ്. നമ്മളതിലേക്ക് വരികയാണ്. ഈ ഉയർപ്പ് ദിവസം എമ്മാവസിലേക്കുള്ള വഴിയിൽ വെച്ച് വചനവ്യാഖ്യാനം നൽകിയ കർത്താവ് അവിടെ ഭവനത്തിൽ പ്രവേശിച്ച് ഭക്ഷണത്തിനിരിക്കുമ്പോൾ അപ്പമെടുത്ത് അനുഗ്രഹിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. ലൂക്ക 24:30. ഉയർപ്പ് ദിവസം കർത്താവ് ചെയ്യുന്ന ആദ്യത്തെ കാര്യം വഴിയിൽ വെച്ച് വചനം വ്യാഖ്യാനിക്കുകയും വീട്ടിൽ വെച്ച് അപ്പം മുറിക്കുകയുമാണ്. അപ്പോൾ അവൻ അപ്പം എടുത്ത് അനുഗ്രഹിച്ച് മുറിച്ചവർക്ക് കൊടുത്തപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു. അപ്പോൾ ഇത് വെറും ഒരു അപ്പം മുറിക്കലല്ല, യഹൂദന്മാരുടെ സാധാരണ ഒരു അപ്പം മുറിക്കലല്ല, മറിച്ച് ഇത് വിശുദ്ധ കുർബാനയാണ്. അതുകൊണ്ടാണ് അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു, അവരവൻ തിരിച്ചറിഞ്ഞു, അവൻ അപ്രത്യക്ഷനായി. വഴിയിൽ വെച്ച് വചനവ്യാഖ്യാനം നൽകുകയും വീട്ടിൽ വെച്ച് വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ചെയ്തെന്നാണ് എൻ്റെ അർത്ഥം. അതായത് ഉത്ഥാന ദിവസം, ഉയർപ്പ് ദിവസം കർത്താവ് ചെയ്ത ആദ്യത്തെ പരിപാടി വചനം വ്യാഖ്യാനിക്കുകയും കുർബാന അർപ്പിക്കുകയുമാണ്. ഇതിലാണ് നമ്മുടെ കുർബാനയുടെ എല്ലാ സഭകളിലുമുള്ള, കത്തോലിക്ക സഭയ്ക്കുള്ളിലുള്ള 24 സഭകളിലെയും കുർബാനയുടെ സ്ട്രക്ചർ കർത്താവ് നേരിട്ട് നൽകിയതാണ് എന്ന് ഞാൻ ശക്തിയുക്തം വാദിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവും ഇതുതന്നെയാണ്. ഉത്ഥാന ദിവസം കർത്താവ് ചെയ്തത് 40 ദിവസത്തേക്ക് തുടർന്നുവെന്നാണ് ലൂക്ക നമ്മൾ അറിയിക്കുന്നത്. നടപടി ഗ്രന്ഥം 1:4. ദൈവരാജ്യത്തെക്കുറിച്ച് അവൻ പഠിപ്പിച്ചു. എന്നിട്ട് അവൻ അവരോടൊപ്പം ഉപ്പ് കഴിച്ച് ഭക്ഷണത്തിനിരുന്നു. ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു, വചന ശുശ്രൂഷ നൽകി, എന്നിട്ട് അവരോടൊപ്പം ഉപ്പ് കഴിച്ച് ഭക്ഷണത്തിനിരുന്നു. ഉപ്പ് കഴിച്ചെന്നുള്ള വാക്ക് ഞാൻ അതിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് വരാം. അപ്പോൾ ഈ സ്ട്രക്ചർ എമ്മാവസിലേക്ക് പോകുന്ന വഴിയിൽ സംഭവിച്ച വചന ശുശ്രൂഷ ഇവിടെ ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു എന്ന വചനം കൊണ്ട് അവതരിപ്പിച്ചിരിക്കുന്നു. 2, അവിടെ അവൻ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ചവർക്ക് കൊടുത്തു എന്നുള്ളതിന് പകരം ഇവിടെ കൊടുത്തിരിക്കുകയാണ്, അവൻ ഉപ്പ് കടിച്ച് ഭക്ഷണത്തിനിരിക്കുമ്പോൾ. 40 ദിവസത്തേക്ക് കർത്താവ് ഇത് ചെയ്യുകയാണ്. എമ്മാവസിലേക്ക് പോകുന്ന വഴിയിലും എമ്മാവസിൽ വീട്ടിലും വെച്ച് ചെയ്തത് 40 ദിവസത്തേക്ക് യേശു ചെയ്യുകയാണ്. ഉത്ഥിതനായ യേശു ശിഷ്യന്മാരോടൊപ്പം ചെലവഴിച്ച 40 ദിവസം ഉണ്ടായ 3 സംഗതികളിൽ 3-ാമത്തെ സംഗതിയാണ് ഈ ഉപ്പ് കടിച്ച് ഭക്ഷണത്തിനിരിക്കുക എന്നുള്ളത്. 40 ദിവസത്തേക്ക് പ്രത്യക്ഷപ്പെട്ട് ആവശ്യമായ തെളിവുകൾ നൽകി. അതാണ് 1-ാമത്തെ കാര്യം. 2, 40 ദിവസത്തേക്ക് ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു. 3, 40 ദിവസത്തേക്ക് ഭക്ഷണത്തിനിരുന്നു. ഈ 3 കാര്യങ്ങളും 40 ദിവസം സംഭവിച്ചതാണ്. അത്യപൂർവമായ പ്രാധാന്യമുള്ള സൗന്ദര്യമുള്ള തിരുവചന പാഠമാണിത്. ഒരു
വളരെയധികം പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് അത്യപൂർവമെന്ന് ഞാൻ പറയണേ. അതുപോലെ തന്നെ സൗന്ദര്യമുണ്ട്. ഒന്നാമതായി നമ്മൾ പറയുകയാണ്, യേശു പങ്കെടുക്കുന്ന അവസാനത്തെ ഭക്ഷണമാണ് ഈ 40 ദിവസത്തേക്ക്. യേശു പങ്കെടുക്കുന്ന അവസാനത്തെ ഭക്ഷണം നടപടി ഗ്രന്ഥത്തിൽ കാണുന്ന അപ്പം മുറിക്കൽ എന്ന ഭക്ഷണ കൂട്ടായ്മയുടെ ഉറവിടം യേശു തന്നെയാണ്. അപ്പം മുറിക്കൽ എന്ന് പറയുന്നത് കുർബാനയ്ക്കുള്ള മറ്റൊരു പേരാണ്. നമ്മുടെ പെന്തക്കോസ്ത് ദൈവസഭക്കാരൊക്കെ പറയുന്നത് പോലെ അത് യഹൂദന്മാരുടെ സാധാരണ അപ്പം മുറിക്കലല്ല. അങ്ങനെയായിരുന്നെങ്കിൽ അവരെ കണ്ണുകൾ തുറക്കപ്പെടുമായിരുന്നോ? അവർ ഉത്തിനെ തിരിച്ചറിയുമായിരുന്നോ? അതുപോലെ തന്നെ അപ്പം മുറിക്കൽ സാധാരണ ഒരു അപ്പം മുറിക്കലാണെങ്കിൽ, യഹൂദന്മാർ അപ്പം മുറിക്കലാണെങ്കിൽ, ഇത് ഓരോരുത്തരും ആത്മശോധന ചെയ്തിട്ട് വേണം ഇത് ഭക്ഷിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾ ശിക്ഷാവിധിയുടെ അപ്പമാണ് സ്വീകരിക്കുന്നത് എന്ന് കൊരിന്തോസ് സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയുമായിരുന്നോ? കൊരിന്തോസ് ലേഖനം 11:28-30. ചുരുക്കത്തിൽ അപ്പം മുറിക്കൽ എന്ന ശുശ്രൂഷ ഇല്ലേ, അത് കുർബാനയ്ക്കുള്ള മറ്റൊരു പേരാണ്. അത് ആരംഭിച്ചത്, അതിൻ്റെ ഉറവിടം ഉത്ഥിതനായ ക്രിസ്തു തന്നെയാണ്. അന്ത്യത്താഴത്തിൽ അവൻ കുർബാന സ്ഥാപിച്ചു. എന്നിട്ട് എമ്മാവസിൽ വീട്ടിൽ വെച്ച് അവൻ കുർബാന അർപ്പിച്ചു. 40 ദിവസത്തേക്ക് ഈ അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ അത് ചെയ്തു. ഈ പ്രത്യക്ഷപ്പെടലുകൾ 40 ദിവസത്തെ പ്രത്യക്ഷപ്പെടൽ കഴിഞ്ഞ ആഴ്ചയിലെ ക്ലാസ് നിങ്ങൾ നന്നായിട്ട് കേൾക്കണം. ഈ 40 ദിവസം ഗലീലിലും ഗലീലിലും ഒക്കെ വെച്ചിട്ട് പ്രത്യക്ഷപ്പെടലുണ്ട്. അതെങ്ങനെയാണ് നടന്നിരിക്കാൻ സാധ്യത എന്നൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നു. പല പരിഭാഷകളിലും 3-ാം വാക്യം കഴിഞ്ഞൊരു പൂർണ്ണ വിരാമം, ഫുൾ സ്റ്റോപ്പ് ഇട്ടിരിക്കുന്നതിനാൽ വചനത്തിൻ്റെ ആഴവും 40 ദിവസത്തിനുള്ളിൽ ഉത്ഥിതം ചെയ്ത 3 കാര്യങ്ങൾ തമ്മിലുള്ള ബന്ധവും ആന്തരിക ബന്ധവും തർജ്ജമയിൽ നഷ്ടപ്പെടുന്നുണ്ട്. അതായത് പല പരിഭാഷകളിലും 3-ാം വാക്യം കഴിഞ്ഞൊരു പൂർണ്ണ വിരാമം, ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ്. അപ്പോൾ ഈ വചനത്തിൻ്റെ ആഴം നമുക്ക് നഷ്ടപ്പെടുന്നു. മാത്രമല്ല 40 ദിവസത്തിനുള്ളിൽ ഉത്ഥിതം ചെയ്ത 3 കാര്യങ്ങളുണ്ടല്ലോ. നമ്മൾ പറഞ്ഞു, പ്രത്യക്ഷപ്പെട്ട് സംവദിച്ചു അല്ലേ, ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു, ഭക്ഷണത്തിലിരുന്നു. ഈ 3 കാര്യങ്ങൾ 40 ദിവസത്തേക്ക് അവൻ പ്രത്യക്ഷപ്പെട്ടു, 40 ദിവസത്തേക്ക് ദൈവരാജ്യത്തെക്കുറിച്ച് അവൻ പഠിപ്പിച്ചു, 40 ദിവസത്തേക്ക് അവൻ ഭക്ഷണത്തിനിരുന്നു. ഈ 3 കാര്യങ്ങൾ തമ്മിലുള്ള ബന്ധം നഷ്ടപ്പെടും 3-ാം വാക്യം കഴിഞ്ഞൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ടാൽ. അതുകൊണ്ടാണ് ഞാൻ ഫുൾ സ്റ്റോപ്പ് ഇടാതെ തർജ്ജമ ചെയ്തത്. എൻ്റെ തർജ്ജമ ഞാൻ ഒന്നുകൂടി നമ്മൾ വായിക്കുകയാണ് മനസ്സിലാക്കാൻ വേണ്ടി. പീഡാനുഭവത്തിന് ശേഷം 40 ദിവസത്തേക്ക് അവൻ പ്രത്യക്ഷപ്പെട്ട് ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അനേകം തെളിവുകൾ അവർക്ക് കാണിച്ചു കൊടുക്കുകയും അങ്ങനെ അവരോടൊപ്പം ഉപ്പ് കടിച്ച് ഭക്ഷണത്തിനിരിക്കുകയും ചെയ്യുമ്പോൾ അവൻ അവരോട് കൽപ്പിച്ചു, നിങ്ങൾ യെരൂശലേം വിട്ടു പോകരുത്. അങ്ങനെ പറഞ്ഞ് പോകുകയാണ് ഇല്ലേ. നിങ്ങൾ എന്നിൽ നിന്ന് കേട്ട പിതാവിന് വാഗ്ദാനത്തിനെ കാത്തിരിക്കണം. അപ്പോൾ ഞാനവിടെ 3-ാം വാക്യം കഴിഞ്ഞിട്ടൊരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ പറ്റില്ല. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ലൂക്ക എഴുതിയിരിക്കുന്ന തിരുവചനത്തിൻ്റെ ആഴവും പരസ്പര ബന്ധവും നഷ്ടപ്പെടും. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഈ തർജ്ജമ, ഞാൻ ചെയ്തിരിക്കുന്ന തർജ്ജമ അതാണ്, ഞാൻ ചെയ്തിരിക്കുന്ന പോലെയാണ് ഈ ഗ്രീക്കിൽ കിടക്കുന്നത്. അതിൻ്റെ ഏറ്റവും അടുത്ത് വരുന്ന തർജ്ജമ. എൻ്റെ തർജ്ജമയും പൂർണ്ണമായിട്ടും ശരിയാണെന്ന് ഞാൻ പറയല്ല, എങ്കിലും മറ്റ് പരിഭാഷകളിൽ വെച്ചിട്ട് ഏറ്റവും അടുത്ത് വരുന്നത് ഇതുപോലെയാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഈ നമ്മൾ ഓർക്കേണ്ടത്, ലൂക്ക സുവിശേഷം നടപടി ഗ്രന്ഥം എഴുതിയപ്പോൾ കുത്തിടുകയോ കോമിടുകയോ വാക്കുകൾ തമ്മിൽ അകലം പാലിക്കുകയോ വാചകങ്ങൾ തമ്മിൽ അകലം പാലിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പരിഭാഷ ചെയ്യുന്നവരാണ് യുക്തമെന്ന് തോന്നുന്ന തരത്തിൽ കുത്തും കോമയൊക്കെ ഇടുന്നത്. കുത്തും കോമ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ സംഭവിക്കാം എന്നതുകൊണ്ടാണ് ഞാൻ അവിടെ കുത്തിടാൻ പാടില്ല അല്ലെങ്കിൽ കോമയിടാൻ പാടില്ല എന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം അതാണ്. ഉത്ഥിതനായ കർത്താവിൻ്റെ ഈ 3 ആവിഷ്കാരങ്ങൾ പരസ്പരം ബന്ധം കിടക്കുന്നു. അതിനാൽ ഈ വചനം നമ്മൾ ഇങ്ങനെ തന്നെ വായിക്കണം. 40 ദിവസത്തേക്ക് അവൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുകയും അവിടുത്തെ ഭക്ഷണം കഴിക്കുകയും യെരൂശലേം വിട്ടു പോകരുതെന്ന് കൽപ്പിക്കുകയും ചെയ്തു. ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. പ്രത്യക്ഷപ്പെടുക, ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുക, ഭക്ഷണത്തിൽ പങ്കുചേരുക. ഈ ബന്ധമാണ് ഫുൾ സ്റ്റോപ്പ് ഇട്ടാൽ, 3-ാമത്തെ വാക്യം കഴിഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പ് ഇട്ടാൽ നമുക്ക് നഷ്ടമാകുക. അതുകൊണ്ട് 40 ദിവസത്തേക്ക് ഉത്ഥിതൻ ഉപ്പ് കെട്ടിച്ച് ഭക്ഷണമേശയിൽ ഇരുന്നു എന്നർത്ഥം നഷ്ടമാകാതിരിക്കാൻ 3-ാം വചനം കഴിഞ്ഞ് പൂർണ്ണ വിരാമം ഇടരുത്. താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് യേശു തെളിയിക്കുന്നതിൻ്റെ 3 രീതികളാണ് പ്രത്യക്ഷപ്പെടലും ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പ്രബോധനവും ഭക്ഷണത്തിനിരിക്കലും. യേശു ഉത്ഥാനത്തിന് ഉയർപ്പിക്കപ്പെട്ടു, അവൻ ജീവിച്ചിരിക്കുന്നു. ശരീരത്തോടു കൂടി, രൂപാന്തരം വന്ന ശരീരമാണെങ്കിലും രൂപാന്തരം വന്ന ശരീരത്തോടു കൂടി ആണെങ്കിലും അവൻ ജീവിച്ചിരിക്കുന്നു, ശരീരത്തോടു കൂടി ജീവിച്ചിരിക്കുന്നു എന്നതിൻ്റെ 3 തരത്തിലുള്ള രീതി തെളിയിക്കലാണ് പ്രത്യക്ഷപ്പെടൽ,
അല്ലേ തെളിവുകൾ നൽകുകയാണ്. 2 ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പ്രബോധനം. 3 ഈ ഉപ്പ് കടിച്ചുള്ള ഭക്ഷണത്തിന് ഇരിക്കൽ. ഈ മൂന്നാമത്തെ ഘടകം, ഈ ഉപ്പ് കടിച്ച് ഭക്ഷണത്തിന് ഇരിക്കുക, ലൂക്കാസ് ഉപയോഗിച്ച വാക്ക് സിന ലിപ്സമേനോസ് എന്നാണ്. സിന ലിപ്സമേനോസ്. ഉപ്പ് ഭക്ഷിച്ചു എന്ന് തന്നെയാണ് ഞാൻ അർത്ഥം പറയണേ. ഉപ്പിന് ഗ്രീക്കിലുള്ള വാക്കാണ് ഹാൽസ്. അതിനു മുമ്പിൽ സ്വിൻ എന്ന് ചേർത്തിരിക്കുന്നു. ഒരുമിച്ച് എന്നാണ് അർത്ഥം. നമ്മൾ സിന്തസിസ്, സിനോപ്റ്റിക്സ് എന്നൊക്കെ പറയില്ലോ. സിൻ എന്ന് വെച്ചാൽ സ്വിൻ SYN, സ്വിൻ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച്. അപ്പോൾ ഹാൽസ് എന്ന വാക്കിൻ്റെ മുൻപിൽ സ്വിൻ എന്ന വാക്ക് ചേർത്തിരിക്കുന്നു. സീന ഹാൽസ്, അത് ചേർത്ത് വരുമ്പോൾ ലിപ്സ് ഒന്നാകും. പിന്നെ അവസാനം മേനോസ് എന്ന് ചേർത്തിരിക്കുന്നു. സീന ലിപ്സമേനോസ്. മേനോസ് എന്ന് പറയുന്നത് പാർട്ടിസിപ്പിൾ ആണ്, തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയ അല്ലേ, ഒരു കാര്യം ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ എല്ലാം കൂടി ചേരുമ്പോൾ സീന ലിപ്സമേനോസ് എന്ന് വരുന്നു. സ്വിൻ, ഹാൽസ്, മേനോസ് ചേർത്ത് വായിക്കുമ്പോൾ സീന ലിപ്സമേനോസ്. ലൂക്ക ഇത് വളരെ ബോധപൂർവകമാണ് ഈ വാക്ക് തിരഞ്ഞെടുക്കണേ. അപ്പവും ഉപ്പും പങ്കുവെച്ച് ആസ്വദിക്കുന്നത് നിത്യം നിലനിൽക്കുന്ന ഉടമ്പടി സ്ഥാപിക്കുന്നതിന് പ്രതീകമാണ്. അപ്പവും ഉപ്പും പങ്കുവെച്ച് ആസ്വദിക്കുന്നത്, പങ്കുവെച്ച് കഴിക്കുന്നത്. സംഖ്യയുടെ പുസ്തകം 18:19, 2 ദിനവൃത്താന്തം 13:5 അത് കാണാം. അപ്പവും ഉപ്പും പങ്കുവെച്ച് ഭക്ഷണം കഴിക്കുന്നത് നിത്യം നിലനിൽക്കുന്ന ഉടമ്പടി സ്ഥാപിക്കുന്നതിൻ്റെ പ്രതീകമാണ്. ഈടുറപ്പിൻ്റെയും സ്ഥിരതയുടെയും ജാമ്യ അടിസ്ഥാനമായിട്ടാണ് ഉപ്പിനെ പരിഗണിക്കുന്നത്. പണ്ടൊക്കെ നമുക്ക് ഈ ഫ്രിഡ്ജൊക്കെ വരുന്നതിന് മുമ്പ് ഉപ്പിലിട്ടല്ലേ നമ്മൾ വെക്കുന്നേ. മീനാണെങ്കിലും ഇറച്ചിയാണെങ്കിലും ഉപ്പിട്ട് വെക്കുകയാണ്, അങ്ങനെയല്ലേ? അപ്പം ഈടുറപ്പ്, സ്ഥിരത, ജാമ്യ അടിസ്ഥാനം, പെർമനൻസ് എന്ന് പറയില്ലോ, അതിൻ്റെ ഒക്കെ ഒരു ജാമ്യ അടിസ്ഥാനമാണ് ഉപ്പ്. മരണത്തിൻ്റെ സ്വഭാവത്തിന് ചേർന്ന എന്താണ്? ജീർണത, ചീഞ്ഞളിയൽ. അതിനെതിരെയുള്ള മറുമരുന്നാണ് ഉപ്പ് അല്ലേ? നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പം ഇറച്ചി ഉപ്പിലിട്ട് വെക്കുക, ഉപ്പിട്ടിട്ട് എടുത്ത് വെക്കുന്നു. മീൻ അങ്ങനെ തന്നെ. അതായത് ചീഞ്ഞു പോകാതിരിക്കാൻ, ജീർണിക്കാതിരിക്കാൻ ചെയ്യുന്ന സംഗതിയാണ് ഉപ്പ് ഇട്ട് വെക്കുക. മരണത്തിൻ്റെ സ്വഭാവത്തിന് ചേർന്നത് എന്താണ്? ജീർണിക്കുക, ചീഞ്ഞളിയുക. അതിനെതിരെയുള്ള രീതി എന്താണ്? ഉപ്പിടുക. അപ്പോൾ മരണത്തെ അകറ്റി നിർത്തുന്നു എന്നാണ് ഉപ്പിടുക അല്ലെങ്കിൽ ഉപ്പ് ഭക്ഷിക്കുന്നതിൻ്റെ അർത്ഥം. മരണത്തെ അകറ്റി നിർത്തുന്നു. ജീവൻ സംരക്ഷിക്കുന്നതിൻ്റെ രീതിയാണ് ഭക്ഷണം കഴിക്കുക അല്ലേ? നമ്മൾ ഭക്ഷണം കഴിച്ചാൽ ജീവൻ സംരക്ഷിക്കൂ. അത് ഉപ്പ് ചേർത്ത് കഴിച്ചാൽ മരണത്തെ അകറ്റി നിർത്തുന്നു എന്നാണ് അർത്ഥം. നമ്മൾ സാധാരണ ഭക്ഷണം മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, അതും പ്രധാനപ്പെട്ടത് തന്നെ. ഇവിടെ ഉത്ഥാനത്തിന് ശേഷം യേശു ഉപ്പ് ഭക്ഷിച്ചു എന്ന് പറഞ്ഞാൽ പുതിയതും നിത്യം നിലനിൽക്കുന്നതുമായ ജീവനെയാണ് ജീവനുമായിട്ടാണ് അവർ കൂടിക്കാഴ്ച എന്നും തൻ്റെ അനുയായികളുമൊത്ത് ഉത്ഥിതനായ കർത്താവ് പങ്കുവെക്കുന്ന പുതിയ വിരുന്നിൻ്റെ അടയാളവുമാണ് ഈ ഉപ്പ് ഭക്ഷിക്കൽ എന്നുമാണ്. ഞാൻ ഒന്നുകൂടി പറയാം. ഉത്ഥാനത്തിന് ശേഷം യേശു ഉപ്പ് ഭക്ഷിച്ച് ഭക്ഷണത്തിനിരുന്നെന്ന് പറഞ്ഞാൽ പുതിയതും നിത്യം നിലനിൽക്കുന്നതുമായ ജീവനെയാണ്, ഉത്ഥിതൻ്റെ ജീവനെയാണ് അവർ കാണുന്നത്, സന്ധിക്കുന്നത്. ആ ഉത്ഥിതൻ്റെ ജീവനുമായിട്ടാണ് അവരുടെ കൂടിക്കാഴ്ച. പുതിയതാണ്, പുതിയ തരത്തിൽ ജീവനാണുള്ളത്, പുതിയ ജനുസിലുള്ള ജീവനാണ്, നിത്യം നിലനിൽക്കുന്ന ജീവനാണ്, ഉത്ഥിതൻ്റെ ജീവൻ, ഉയർപ്പിക്കപ്പെട്ടവൻ്റെ ജീവൻ. അങ്ങനെയുള്ള ജീവനെയാണ് അപ്പസ്തലന്മാർ സന്ധിക്കുന്നത്. ആ ജീവനുമായിട്ടുള്ള കൂടിക്കാഴ്ചയാണ്. 2, തൻ്റെ അനുയായികളുമൊത്ത് ഉത്ഥിതനായ കർത്താവ് പങ്കുവെക്കുന്ന പുതിയ വിരുന്നിൻ്റെ അടയാളമാണ് ഉപ്പ് ഭക്ഷിക്കൽ. തൻ്റെ അനുയായികളുമൊത്ത് ഉത്ഥിതനായ കർത്താവ് പങ്കുവെക്കുന്ന പുതിയ വിരുന്നിൻ്റെ, പുതിയ തരത്തിലുള്ള അപ്പത്തിൻ്റെ, പുതിയ തരത്തിലുള്ള ഭക്ഷണ രീതിയുടെ അടയാളമാണ് ഉപ്പ് ഭക്ഷിക്കൽ. വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ ഇതൊരു ഉടമ്പടി സംഭവമാണ്. ഉത്ഥിതൻ തൻ്റെ അപ്പസ്തോലന്മാരുമായിട്ട് ഉപ്പ് കഴിച്ച് ഭക്ഷിച്ചെന്ന് പറഞ്ഞാൽ ഒരു ഉടമ്പടി സംഭവത്തിൽ അവരെ പങ്കുചേർത്തു എന്നാണ് അർത്ഥം. ഇതൊരു ഉടമ്പടി സംഭവമാണ്. 40 ദിവസത്തേക്ക് ഉത്ഥിതൻ ശിഷ്യന്മാരുമായി ചെയ്തത് ഒരു ഉടമ്പടി സംഭവമാണ്. യേശു ഉപ്പ് തിന്നത് നവീനവും സനാതനവുമായ ജീവിതമാണ് അവൻ്റേത് എന്ന് വെളിപ്പെടുത്താനാണ്. പുതിയതാണ്, സനാതനമാണ്, നിത്യം നിലനിൽക്കുന്നതാണ്. മാത്രമല്ല ഉത്ഥിതനായ കർത്താവ് തൻ്റെ അനുയായികളും മറ്റും ഭക്ഷിക്കുന്ന പുതിയ വിരുന്ന് ഉടമ്പടി സംഭവമാണ്. ഈ പുതിയ വിരുന്ന് ഒരു ഉടമ്പടി സംഭവമാണ്. ഈ അർത്ഥത്തിൽ ഇതിന് കർത്താവ് പുതിയ ഉടമ്പടി സ്ഥാപിച്ച രംഗമായ അന്ത്യവിരുന്നുമായി
ആന്തരികമായ ഒരു ഇഴയടുപ്പമുണ്ട്. അതിനാൽ ഉപ്പ് തിന്നുക അല്ലെങ്കിൽ ഭക്ഷിക്കുക എന്ന രഹസ്യാത്മകതയുള്ള ഗൂഢഭാഷ യേശുവിൻ്റെ പീഡാസഹനത്തിൻ്റെ തലേ ദിവസം ആസ്വദിച്ച വിരുന്നും ഉത്ഥിതനായ കർത്താവിൻ്റെ പുതിയ മേശക്കൂട്ടായ്മയും തമ്മിൽ പരസ്പരം ആന്തരികമായി കെട്ടിപ്പിണഞ്ഞ് കിടക്കുന്നുവെന്ന് സ്ഥാപിക്കുകയാണ്. അന്ത്യത്താഴത്തിൽ ചെയ്തത് വെറുമൊരു സദ്യയോ വെറുമൊരു വിരുന്നായിരുന്നില്ലല്ലോ. അത് വിശുദ്ധ കുർബാനയുടെ സ്ഥാപനമായിരുന്നു. അതുപോലെ തന്നെ ഈ 40 ദിവസത്തേക്കുള്ള ഉപ്പ് ഭക്ഷിക്കലും വെറുതെ ഭക്ഷണത്തിന് ഇരിക്കുകയല്ല, വെറുതെ ഒരു വിരുന്ന് ആസ്വദിക്കുകയല്ല, മറിച്ച് അന്ത്യവിരുന്നിൽ ചെയ്ത ആ പുതിയ ഉടമ്പടി വേറൊരു തരത്തിൽ ആവിഷ്കരിക്കുകയാണ്. ഉപ്പ് കടിച്ച് ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ സാധാരണ ഭക്ഷണമല്ല എന്ന് വ്യക്തമാക്കാൻ വേണ്ടിയാണ് ലൂക്ക സിനലിപ്സമെനോസ് എന്ന് പറയുന്നത്. അതായത് ഇത് ഉപ്പ് കഴിച്ചുള്ള ഒരു ഭക്ഷണ രീതിയാണ്, സാധാരണ ഭക്ഷണമല്ല. അന്ത്യത്താഴത്തിലും സാധാരണ ഭക്ഷണമായിരുന്നില്ല, മറിച്ച് അത് വിശുദ്ധ കുർബാനയാണ്. അതുപോലെ തന്നെ ഒരു സംഗതിയാണ് ഈ പുതിയ ഭക്ഷണ രീതി എന്ന്, ഉപ്പ് കടിച്ചുള്ള ഭക്ഷണ രീതി എന്ന് വ്യക്തമാക്കുകയാണ് ലൂക്ക വാക്കുപയോഗിച്ചുകൊണ്ട്. അങ്ങനെ തൻ്റെ ജീവനിൽ, തൻ്റെ പുതിയ ജനുസറൽ ജീവനിൽ സ്ലീഹന്മാരെ പങ്കുകാരാക്കുകയാണ് ഉത്ഥിതനായ കർത്താവ്. തൻ്റെ പുതിയ ജനുസറൽ ജീവനിൽ സ്ലീഹന്മാരെ പങ്കുകാരാക്കുകയാണ് ഉത്ഥിതനായ കർത്താവ് ഈ ഭക്ഷണ രീതിയിലൂടെ, ഉപ്പ് കഴിച്ചുള്ള ഭക്ഷണ രീതി. മാത്രമല്ല, എന്താണോ ആ ജീവൻ തന്നെയാണ് ഈ പങ്കുപറ്റൽ. ഉത്ഥിതനുമായിട്ടുള്ള സമ്പർക്കം, ആ സമ്പർക്കത്തിൻ്റെ രീതിയാണ്, പുതിയ രീതിയാണിത്. ആ ജീവനിലെ ആ പങ്കുപറ്റൽ തന്നെയാണ്, ഉത്ഥിതനുമായിട്ടുള്ള പങ്കുപറ്റൽ തന്നെയാണ് നിത്യജീവൻ. അവനുമായുള്ള സംഭാഷണമാണ് നിത്യജീവൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള സംഭാഷണം, അതാണ് അവരുടെ ജീവൻ. ആ ജീവനിലാണ് ഉത്ഥിതൻ ഇവരെ പങ്കെടുപ്പിക്കുന്നത്, ദൈവിക ജീവനിൽ. അത് ഉത്ഥിതനായ കർത്താവിൽ ഒരു പുതിയ തരത്തിൽ അവൻ്റെ മനുഷ്യത്വം ഉപേക്ഷിച്ചില്ല. അവൻ മനുഷ്യത്വത്തെ തന്നെ അവൻ രൂപാന്തരപ്പെടുത്തി. മനുഷ്യത്വമായിട്ട് രൂപാന്തരപ്പെട്ട മനുഷ്യത്വം സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. മനുഷ്യത്വം അവൻ കല്ലറയിൽ ഉപേക്ഷിച്ചില്ലല്ലോ. അപ്പോൾ പുതിയ ജനുസലുള്ള ജീവൻ എന്ന് ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. പുതിയ ജനുസലുള്ള ജീവൻ, പുതിയ ജനുസലുള്ള ദൈവിക ജീവൻ. ആ ദൈവിക ജീവൻ എന്ന് പറയുന്നത് ഈ ഉത്ഥിതമായിട്ടുള്ള പങ്കുചേരലാണ്, ഉത്ഥിതമായിട്ടുള്ള സംഭാഷണമാണ്. അതിലൂടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മളുടെ സംഭാഷണത്തിലേക്ക് നമ്മൾ എടുത്തു വയ്ക്കപ്പെടുന്നതിനാൽ അത് തന്നെയാണ് നിത്യജീവൻ. ചെറിയൊരു കാര്യമല്ല നമ്മൾ ഈ പറയുന്നത്. നമ്മൾ മർക്കോസിന്റെ സുവിശേഷത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, എല്ലാവരും അഗ്നിയാൽ ഉറകൂട്ടപ്പെടും. ഉപ്പ് നല്ലതാണ്, എന്നാൽ ഉറ കെട്ടുപോയാൽ പിന്നെ എന്തുകൊണ്ട് അതിന് ഉറ കൂട്ടും? നിങ്ങളിൽ ഉപ്പുണ്ടായിരിക്കട്ടെ, പരസ്പരം സമാധാനത്തിൽ വർത്തിക്കുകയും ചെയ്യുവിൻ. മർക്കോസ് 9:49-50. പഴയ നിയമത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ലേവ്യ 2:13 ഈ രണ്ടാം സുവിശേഷത്തിൻ്റെ, മർക്കോസിന്റെ സുവിശേഷത്തിൻ്റെ ചില കയ്യെഴുത്ത് പ്രതികളിൽ ഇങ്ങനൊരു വാക്യം കൂടി കാണുന്നുണ്ട്: എല്ലാ ധാന്യബലികളും ഉപ്പ് കൊണ്ട് ഉറ കൂട്ടണം. സമർപ്പിത വസ്തുവിന് രുചി കൂട്ടാനും അതിനെ അഴുകലിൽ നിന്ന്, ജീർണതയിൽ നിന്ന്, ദ്രവത്വം ഇല്ലേ, അതിൽ നിന്ന് സംരക്ഷിക്കാനുമാണ് ധാന്യബലികളിൽ ഉപ്പ് ചേർത്തിരുന്നത്. ബലിവസ്തുവിനോട് സുഗന്ധദ്രവ്യം ചേർക്കുന്നത് പോലെയാണ് ഉപ്പ് ചേർക്കുന്നത്. അഴുകരുത്, അത് ജീർണിക്കരുത്, ദ്രവിച്ചു പോകരുത്, അതെല്ലാം കണക്കാക്കിയിട്ടാണ് ധാന്യബലികളിൽ ഉപ്പ് ചേർത്തിരുന്നത്. അതുകൊണ്ട് എല്ലാ ധാന്യബലികളും ഉപ്പ് കൊണ്ട് ഉറകൂട്ടണം എന്ന് ലേവ്യ 2:13 ഉണ്ട്. അങ്ങനെ ഒരു വചനം ഈ മർക്കോസിന്റെ സുവിശേഷം, എല്ലാവരും അഗ്നിയാൽ ഉറകൂട്ടപ്പെടും, ഉപ്പ് നല്ലതാണ്, എന്നാൽ ഉറകെട്ടുപോയാൽ പിന്നെ എന്തുകൊണ്ട് അതിന് ഉറകൂട്ടും? നിങ്ങളിൽ ഉപ്പുണ്ടായിരിക്കട്ടെ, പരസ്പരം സമാധാനത്തിൽ വർത്തിക്കുകയും ചെയ്യുവൻ, എല്ലാ ധാന്യബലികളും ഉപ്പ് കൊണ്ട് ഉറകൂട്ടണം എന്ന് ചില എഴുത്തുപ്രതികളിലുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഈ ലൂക്ക തൻ്റെ നടപടി ഗ്രന്ഥത്തിൽ കൊണ്ടുവരുന്നുണ്ട്. ചുരുക്കത്തിൽ പല തരത്തിലുള്ള ധ്വനികളുള്ള ഒരു വാക്കാണ് ഉപ്പ് കടിച്ച് ഭക്ഷണത്തിനിരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ. 1, ഉടമ്പടിയുടെ നവീകരണം. 2, പുതിയ ജനുസരുടെ ജീവന്റെ ദാനം. 3, ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുന്ന സ്വന്തം ഉണ്മയെ ശുദ്ധമായി സംരക്ഷിക്കൽ. അപ്പസ്തോലന്മാരുടെ നടപടി ഗ്രന്ഥത്തിന്റെ ആരംഭത്തിൽ ഉത്ഥാനാനന്തര സംഭവങ്ങളെ ഉപസംഹരിച്ചുകൊണ്ട് ഉത്ഥിതനായ കർത്താവ് തന്റെ അനുയായികളുമൊത്ത് പങ്കുവെക്കാനിരുന്ന മേശക്കൂട്ടായ്മയിലേക്ക് സൂചന നൽകിക്കൊണ്ടും അവൻ അവരോടൊപ്പം ഉപ്പ് ഭക്ഷിച്ചു എന്ന പ്രയോഗശൈലി ലൂക്കാസ് ഉപയോഗിക്കുമ്പോൾ, ഒരു വശത്ത്
അതിനർത്ഥം പുതിയ മേശക്കൂട്ടായ്മയുടെ രഹസ്യം നിലനിൽക്കുന്നു എന്നാണ്. പുതിയ മേശക്കൂട്ടായ്മയുടെ രഹസ്യം നിലനിൽക്കുന്നെന്നാണ്. മറുവശത്തോ അതിൻ്റെ സാരാംശം വളരെ വ്യക്തമായി അവതരിപ്പിച്ചിരിക്കുന്നു. കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ താനുമായും ജീവിക്കുന്ന ദൈവവുമായും പുതിയ ഉടമ്പടി കൂട്ടായ്മയിലേക്ക് വഹിച്ചു കൊണ്ടുപോവുകയാണ്. ഞാൻ വാചകം ഒന്നുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് ബെനഡിക്ട് 16 മാർപ്പാപ്പയുടെ വാക്കുകളാണ്. നസ്രത്തിൽ യേശു 2-ാം വാല്യം 409, 412 ആ പേജുകളിൽ കാണാം. കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ താനുമായും ജീവിക്കുന്ന ദൈവവുമായും പുതിയ ഉടമ്പടി കൂട്ടായ്മയിലേക്ക് വഹിച്ചു കൊണ്ടുപോവുകയാണ്. യഥാർത്ഥ ജീവനിൽ അവർക്കൊരു പങ്ക് കൊടുത്ത് അവരെയും സത്യത്തിൽ ജീവനുള്ളവരാക്കി തൻ്റെ സഹനത്തിൽ പങ്കുപറ്റിക്കൊണ്ട് സഹനത്തിൽ ലഭിക്കുന്ന ശുദ്ധീകരണ ശക്തിയിൽ അവരെ ഉറകൂട്ടുകയാണ്. സത്യത്തിൽ ഈ മേശക്കൂട്ടായ്മ എങ്ങനെയായിരുന്നു? നമ്മുടെ ഭാവനയുടെ ശക്തികൾക്ക് അതീതമാണത്. നമുക്ക് മനസ്സിലാക്കാൻ അതായത് ഊഹിച്ചെടുക്കാൻ പറ്റില്ല. എന്നാൽ ആന്തരിക സ്വഭാവം നമുക്ക് തിരിച്ചറിയാനാകുന്നുണ്ട്. ആരാധന സമൂഹത്തിൽ വിശുദ്ധ കുർബാനയുടെ ആഘോഷത്തിൽ ഉത്തമനായ കർത്താവിൻ്റെ ഈ മേശക്കൂട്ടായ്മ വ്യത്യസ്തമായ രൂപത്തിലാണെങ്കിലും ഇന്നും തുടരുന്നു. സഭയുടെ ആരാധന സമൂഹത്തിൽ വിശുദ്ധ കുർബാനയുടെ ആഘോഷത്തിൽ ഉത്തമനായ കർത്താവിൻ്റെ ഈ മേശക്കൂട്ടായ്മ ഉപ്പ് കഴിച്ച് ഭക്ഷണം തിരിക്കുന്നു എന്ന മേശക്കൂട്ടായ്മ വ്യത്യസ്ത രൂപത്തിലാണെങ്കിലും തുടരുന്നു. ഇന്നും എന്താണ് അവൻ പറയുന്നത്? ഉത്ഥാനത്തിന് ശേഷം ഇല്ലേ സ്ലീഹന്മാർക്ക് ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ച് അവരുടെ ഉപ്പ് കഴിച്ച് ഭക്ഷണം തിരുന്ന അതേ കർത്താവ് ഇന്ന് എന്താ ചെയ്യുന്നത്? വചനപ്രഘോഷണം, വചന ശുശ്രൂഷ. അത് കഴിഞ്ഞിട്ട് അവൻ ബലിപീഠത്തിലേക്ക് കയറി തൻ്റെ ശരീരം തന്നെ പിതാവിൻ്റെ പൊക്കലേക്ക് ഉയർത്തി പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തോടെ വചനത്തിൻ്റെ ശക്തിയോടെ ഈ അപ്പവും വീഞ്ഞും ആ പ്രതീകങ്ങൾ പിതാവിൻ്റെ പക്കലേക്ക് പിതാവിൻ്റെ ഉപയോഗത്തിനായി കൊടുത്ത് പരിശുദ്ധാത്മാവിലേക്ക് ഇറങ്ങി വന്ന് അപ്പോൾ പറയുകയാണ്, ഇത് വാങ്ങി ഭക്ഷിക്കുക, ഇത് വാങ്ങി കുടിക്കുക. അങ്ങനെ അവൻ തന്നെ നൽകുകയാണ്. ആ തന്നെ നൽകുന്നതിന് ആ കുർബാനയാണ് ഈ ഉപ്പ് കടിച്ച് ഭക്ഷണം ഭക്ഷിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത്. അവൻ നമ്മളോടൊത്ത് ഇപ്പോൾ ഭക്ഷിക്കുകയാണ്. അവനെ തന്നെ നമുക്ക് തരികയാണ്. ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണ്, ഇത് ഞാൻ തന്നെയാണെന്ന് അർത്ഥം. ഇതെൻ്റെ ജീവനാണ്. ഈ അപ്പം എടുത്തിട്ട് പറയും ഇത് എൻ്റെ ശരീരമാണെന്ന് പറഞ്ഞാൽ ഇത് ഞാൻ തന്നെയാണ്. ഇതെൻ്റെ രക്തമാണെന്ന് വെച്ചാൽ ഇതെൻ്റെ ജീവനാണ്. അവൻ്റെ തന്നെ ജീവൻ, അവൻ്റെ തന്നെ സ്വത്വം നമ്മളുമായി പങ്കുവെക്കുകയാണ്. ഇതാണ് ഉപ്പ് കടിച്ച് ഭക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്ന വാക്കിൻ്റെ ഇന്നത്തെ അർത്ഥം. അന്ന് അത് രഹസ്യാത്മകമായിട്ട് ഒരു ഗൂഢാത്മകമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഉപ്പ് കടിച്ച് ഭക്ഷിക്കുക എന്ന് പറഞ്ഞു. ഉപ്പ് കടിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. അതിനെ നമുക്ക് ഭാവനയിൽ കാണാൻ മാത്രമേ പറ്റുള്ളൂ. നമുക്ക് അറിയില്ല. മിക്കവാറും അന്ത്യത്താഴത്തിൽ ചെയ്തതുപോലെ തന്നെ കർത്താവ് ചെയ്തെന്ന് വിചാരിക്കാനേ പറ്റൂ. പക്ഷേ കുർബാനയിൽ നമുക്കത് മനസ്സിലാക്കുന്നുണ്ട്. ഈ ഉപ്പ് കടിച്ച് ഭക്ഷണം ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ന വാക്കിൻ്റെ അർത്ഥം ശരിക്ക് ആദിമസഭ ഈ അപ്പം മുറിക്കൽ എന്ന് പറഞ്ഞ വിശുദ്ധ കുർബാന അർപ്പിച്ചപ്പോൾ ഉപ്പ് കഴിച്ച് ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ന വാക്കിന് വചനത്തിന് ശരിയായ അർത്ഥം കൊടുക്കുകയായിരുന്നു, അല്ലെങ്കിൽ ശരിയായി അത് മനസ്സിലാക്കുകയായിരുന്നു. അതിൽ നിന്നാണ് ആദിമസഭയുടെ കുർബാന അർപ്പണത്തിൽ നിന്നാണ് ഉപ്പ് കഴിച്ച് ഭക്ഷണത്തിനിരുന്നു ഉത്ഥിതൻ എന്ന വചനത്തിൻ്റെ ആഴമേറിയ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ചുരുക്കത്തിൽ ഈ വിശുദ്ധ കുർബാന എന്ന് പറയുന്ന നമ്മുടെ ഈ ദിവ്യബലി എന്ന് പറയുന്നത് കർത്താവിൽ നേരിട്ട് വന്നതാണ് എന്ന കാര്യത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? ലിറ്റർജി ക്ലാസ്സിനെ കുറിച്ച് ലിറ്റർജിയുടെ നമ്മൾ ഇതുപോലെ തന്നെ ഒരു പരമ്പര ഞായറാഴ്ചകൾ പോകുന്നുണ്ട്. നിങ്ങളത് അതിൻ്റെ തുടക്കത്തിലുള്ള ക്ലാസ്സുകളൊന്ന് കേൾക്കുക. ഞാൻ ഈ പറയുന്നത് അവിടെ വേറെ തരത്തിൽ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിനാൽ ഉപ്പ് കടിച്ച് ഭക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്ന പരിഭാഷ നിലനിർത്തുകയാണ് അതിൻ്റെ ആന്തരിക അർത്ഥം. അതായത് കുർബാനയുടെ ആന്തരിക അർത്ഥം അതിനകത്ത് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ അർത്ഥം. ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞാൽ ഉപ്പ് ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നിത്യമായ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുക എന്നർത്ഥം. ഉത്ഥിതനായ കർത്താവ് ശിഷ്യന്മാരുടെ അടുത്ത് ഉപ്പ് കഴിച്ച് ഭക്ഷിച്ചു എന്ന് പറഞ്ഞാൽ അർത്ഥം അവരെ നിത്യമായ ഉടമ്പടിയിലേക്ക്, പുതിയ ഉടമ്പടിയിലേക്ക് ഈ സ്ലീഹന്മാരെ 40 ദിവസത്തേക്ക് പ്രവേശിപ്പിച്ചു എന്നാണ്. 40 ദിവസത്തേക്ക് അവരെ പ്രവേശിപ്പിച്ചു എന്നാണ്. നിത്യമായ ഉടമ്പടിയിലേക്ക് സ്ലീഹന്മാരെ 40 ദിവസത്തേക്ക് യേശു പ്രവേശിപ്പിച്ചു. പിന്നെ അവർ 10 ദിവസം വളരെ ഇൻറ്റൻസീവായി പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുതകരമായ ആവിഷ്കാരം ഉണ്ടായി. അതാണ് പെന്തക്കോസ്ത. അപ്പോൾ ഇത് നമ്മുടെ ഈ 40 ദിവസത്തെ ധ്യാനങ്ങളുടെ സന്യാസിനികൾക്കൊക്കെ അതിൻ്റെ അർത്ഥം നമുക്ക് ആഴത്തിൽ മനസ്സിലാക്കുകയാണ്. അതുപോലെ തന്നെ എന്താണ് ഈ പെന്തക്കോസ്തയുടെ അർത്ഥം, എന്താണ് പെന്തക്കോസ്ത സംഭവിച്ചത്, അതിന് മുമ്പുള്ള ദിവസങ്ങളിൽ കർത്താവ് എന്താണ് ചെയ്തിരുന്നത്, ഇതെല്ലാം ദൈവശാസ്ത്രപരമായിട്ട് അങ്ങ് ആഴത്തിൽ കിടക്കുകയാണ്.
നമ്മളിങ്ങനെ സംഭവങ്ങൾ വേർതിരിച്ച് കൊണ്ടുപോയാൽ നമുക്ക് ഈ ആഴം നഷ്ടപ്പെടും. അതിനാൽ ഒരു സംഭവത്തെ മറ്റു സംഭവത്തിലേക്കുള്ള ആ ആന്തരിക ഘടന, ആന്തരിക ബന്ധം നഷ്ടപ്പെടാതെ വ്യാഖ്യാനിക്കേണ്ടതും അത്യാവശ്യമാണ്. 40 ദിവസത്തേക്ക് ഉത്ഥിതനായ കർത്താവ് സ്ലീഹന്മാരുടെ കൂടെ താമസിച്ച് പ്രത്യക്ഷപ്പെട്ട് ചെയ്ത കാര്യങ്ങളെന്ന് നമ്മൾ ഈ പറയണേ. അതായത് ഇതാണ് അടിത്തറ. ക്രിസ്തുധർമ്മത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ഈ സംഗതിയാണ്. അതിനാൽ അതേക്കുറിച്ച് വീണ്ടും വീണ്ടും ധ്യാനിക്കാനും ആഴപ്പെട്ട് ധ്യാനിക്കാനും, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ 2-3 പ്രാവശ്യം എല്ലാം കേട്ട് ഏതെങ്കിലും കാര്യത്തിൽ സംശയങ്ങളുണ്ടെങ്കിൽ അത് ചോദിക്കണമെന്നും അഭ്യർത്ഥിക്കുന്ന. ഈ മർക്കോസിന്റെ സുവിശേഷം 9:49-50 ഞാൻ പറഞ്ഞു. അതിന് ഒരുപാട് അർത്ഥങ്ങൾ വേറെയുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോയില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. അതിന് തന്നെ വളരെ വലിയ അർത്ഥങ്ങളുണ്ട്. അതിലേക്ക് ഞാൻ പോയിട്ടില്ല. അത് ഞാൻ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള വ്യാഖ്യാനം വരുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും പറയാം. ഇപ്പം ഞാൻ അതിലേക്ക് പോകാത്തതിന് കാരണം അതിന് വേറെ ഒരുപാട് ചക്രവാളങ്ങൾ കൂടി ഉള്ളത് കൊണ്ട് ഇതിൽ നിന്നൊരു ഡൈഗ്രഷൻ, ഒരു വ്യതിചലനം വരും, ഒരു വ്യതിചലനം വരുമെന്ന് വിചാരിച്ചിട്ടാണ് അതിൻ്റെ ആഴങ്ങളിലേക്ക് ഞാൻ പോകാതിരുന്നത്. പക്ഷേ ഉപ്പ് ഭക്ഷിക്കുക, ഉറ കൂട്ടുക, അഗ്നിയാൽ ഉറ കൂട്ടപ്പെടുക, എല്ലാ ധാന്യബലികളിലും ഉപ്പ് ചേർക്കണം എന്നുള്ള വചനങ്ങളുടെ പശ്ചാത്തലമൊക്കെ അവിടെ ഉള്ളത് കൊണ്ട് അത് ഇതിലേക്ക് സൂചന നൽകുന്ന, അവിടെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള രഹസ്യാത്മകമായിട്ടൊരു വചനമാണ് മർക്കോസിന്റെ സുവിശേഷത്തിൽ കിടക്കണേ. പക്ഷെ അത് നടപടി ഗ്രന്ഥമായിട്ട് കൂട്ടിച്ചേർക്കുമ്പോൾ, ഈ നടപടി ഗ്രന്ഥം 1:4 കൂട്ടിച്ചേർക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആ രഹസ്യാത്മകതയുടെ ആ തിരശ്ശീല പതുക്കെ ഒന്ന് ഉയർത്താനും അതിൻ്റെ ഗൂഢമായ അർത്ഥം ചെറിയ തോതെങ്കിലും മനസ്സിലാക്കാനും കഴിയുന്നുണ്ട്. ഇങ്ങനെ പരസ്പര ബന്ധത്തിൽ വചനം പഠിക്കുമ്പോൾ നമുക്ക് ഈ കർത്താവ് ആരാണ്, കർത്താവ് എന്താണ് ചെയ്തത്, ഇപ്പം നമ്മൾ എന്താണ് ചെയ്യുന്നത്, കുർബാനയിൽ എന്താണ് സംഭവിക്കുന്നത്, ഇതെല്ലാം മനസ്സിലാക്കാൻ കുറച്ചുകൂടി എളുപ്പമുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.